ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 11 ശ്ലോകങ്ങൾ പൂർത്തിയാക്കി. നമുക്ക് 12-ാമത്തെ ശ്ലോകം നോക്കാം. അഭിസന്ധായതോ ഫലം ദംഭാർത്ഥമപി ചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഭരതശ്രേഷ്ഠ, ഹേ ഭരതശ്രേഷ്ഠനായ അർജുന, ഫലം തു അഭിസന്ധായ, ഫലത്തിൽ മനസ്സൂന്നി, ദംഭാർത്ഥമഭിച ഏവ, പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമായി, യത് യുജ്യതേ തം യജ്ഞം, ഏത് യജ്ഞമാണോ അനുഷ്ഠിക്കപ്പെടുന്നത് ആ യജ്ഞം രാജസം വിദ്ധി, രാജസീകം എന്നറിയുക. ഹേ ഭരതശ്രേഷ്ഠനായ അർജുന, ഫലത്തിൽ മനസ്സൂന്നി, അതായത് ഫലപ്രതീക്ഷയോടുകൂടി, അതുപോലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമായി അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം രാജസീകമാണ് എന്നറിയുക. ഭൗതികമായ ഏതെങ്കിലും ഫലത്തെ പ്രതീക്ഷിച്ചോ, തൻ്റെ ഗർവ് കാട്ടാനായോ, തൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമായിട്ടോ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ അത് രാജസീകമാണ് എന്നറിയുക. പേരിനും പ്രശസ്തിക്കും വേണ്ടി, താൻ വലിയ ധർമ്മശീലനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതുപോലെ ആ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും തനിക്ക് ഭൗതിക ലാഭമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ഇവയൊക്കെ രാജസ സ്വഭാവികളാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കർമ്മങ്ങളെ രാജസീക കർമ്മങ്ങൾ എന്ന് പറയുന്നു. എന്താണ് രാജസീക കർമ്മം എന്നാണ് ഭഗവാൻ പറയുന്നത്? ഫലപ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്ന ദാനധർമാദികൾ പോലെയുള്ള കർമ്മങ്ങൾ, ഇവയെല്ലാം രാജസീകമായ കർമ്മങ്ങളാണ് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.